നമസ്കാരം. TN ന്യൂസിലേക്ക് സ്വാഗതം. പാസ്പോർട്ടിന് വൻ തിരക്ക്. തൽക്കാൽ പാസ്പോർട്ടിന് അപേക്ഷിച്ചാലും കാത്തിരിപ്പ്. പഠനത്തിനായി കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതും കുടുംബസമേതമുള്ള വിനോദയാത്രകളും കാരണം തിരക്കേറി പാസ്പോർട്ട് വിതരണം. മുൻപ് തൽക്കാൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ രേഖകളുടെ പരിശോധനയ്ക്ക് 1-2 ദിവസത്തിനുള്ളിൽ അവസരം ലഭിക്കുമായിരുന്നു. എന്നാൽ അടിയന്തരാവശ്യങ്ങൾക്ക് വേണ്ടി തൽക്കാൽ മാർഗത്തിലൂടെ അപേക്ഷിച്ചാൽ 4 മുതൽ ഒരാഴ്ച വരെ നീളുകയാണിപ്പോൾ. ഇതു കാരണം പെട്ടെന്ന് വിദേശയാത്രയ്ക്ക് പോകേണ്ടവർ ബുദ്ധിമുട്ടിലാകുന്നുവെന്നാണ് പരാതി. എന്നാൽ അടിയന്തരമായി പാസ്പോർട്ട് വേണ്ടവർ പാസ്പോർട്ട് ഓഫീസിൽ എത്തി കാരണം ബോധിപ്പിച്ചാൽ പരിഹാരം കാണാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പാസ്പോർട്ട് ഓഫീസ് അധികൃതർ വ്യക്തമാക്കി. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, കൊല്ലം പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരം പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. ഒരു ദിവസം 900 പാസ്പോർട്ടാണ് തിരുവനന്തപുരം പാസ്പോർട്ട് ഓഫീസിൽ അച്ചടിച്ച് തപാലിൽ അയക്കുന്നത്. തൽക്കാലിൽ അപേക്ഷിക്കുന്നവർക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെ രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ഉടൻ തന്നെ പാസ്പോർട്ട് അച്ചടിച്ച് തപാലിൽ അയക്കും. പിറ്റേന്നോ 3-ാം ദിവസമോ പാസ്പോർട്ട് ലഭിക്കുന്ന വിധത്തിലാണ് ക്രമീകരണം. തൽക്കാലിലല്ലാതെ അപേക്ഷിച്ചാൽ 1 മാസം കഴിഞ്ഞുള്ള തീയതിയാണ് അപേക്ഷകളുടെ പരിശോധനയ്ക്കായി അനുവദിക്കുന്നത്. അതുകഴിഞ്ഞ് പോലീസ് പരിശോധന കൂടി പൂർത്തിയാക്കിയാലേ പാസ്പോർട്ട് അച്ചടിച്ച് അയക്കൂ. മുൻപ് സംസ്ഥാനത്തിനകത്തും പുറത്തുമായിരുന്നു പലരും വിനോദയാത്ര പോയിരുന്നതെങ്കിൽ ഇപ്പോൾ പലരും യാത്ര വിദേശത്താക്കി. ഇതാണ് പാസ്പോർട്ട് അപേക്ഷകരുടെ തിരക്ക് കൂടാൻ മുഖ്യ കാരണം. ഓണാവധിക്കായിരുന്നു വൻ തിരക്ക്. അന്നത്തെ തിരക്ക് കാരണമുണ്ടായ അപേക്ഷകരുടെ ആധിക്യമാണ് ഇപ്പോഴും ടോക്കൺ ലഭിക്കുന്നതിന് കാലതാമസമുണ്ടാക്കുന്നത്. മുൻകൂട്ടി പാസ്പോർട്ട് എടുക്കുക മാത്രമാണ് ഓട്ടപ്പാച്ചിൽ ഒഴിവാക്കാനുള്ള പ്രധാന പരിഹാരം.